പത്തനംതിട്ട പുല്ലാട് യുവാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതി ജയേഷ് പോക്സോ കേസിലും പ്രതി 2016 16-കാരിയെ പീഡിപ്പിച്ചത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ജയ്, നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് മുൻപും സമാനമായ രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസുകളിലോ ഇവർക്ക് പങ്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നുള്ളത്. ഇപ്പോൾ 2016 ജയേഷ് എന്ന ഇയാൾ ഒരു പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പ്രതിയാണെന്ന് പറയുന്നു. എന്തായിരുന്നു ആ കേസ്? അതിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്? അതായത് ജയേഷിന്റെ മുൻകാല കേസുകൾ ചരിത്രമൊക്കെ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചകഞ്ഞിരുന്നു. ആ അന്വേഷണത്തിലാണ് കോയിപ്പുറം സ്റ്റേഷനിൽ തന്നെ ഒരു പോക്സോ കേസിലെ വിചാരണ നേരിടുന്ന പ്രതിയാണ് ജയേഷ് എന്ന് പോലീസ് കണ്ടെത്തിയത്. 2016 ജയേഷിനെതിരെ കോയിപ്പുറം പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 16-കാരിയെ പീഡിപ്പിച്ചതിനാണ് അന്ന് പോലീസ് കേസെടുക്കുന്നത്. ഈ കേസിന്റെ വിചാരണ നിലവിൽ തുടരുകയാണ്. 2018 പ്രളയമൊക്കെ വന്നതിന് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് വിചാരണ വലിയ തോതിൽ വൈകാനുള്ളൊരു കാരണമായി. എന്തായാലും സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിമിതിയുണ്ട്. കോടതിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ശേഖരിച്ചതെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ പുരോഗമിക്കുകയാണ്. ഈ കേസിൽ ഇതുവരെ ഇയാളെ ശിക്ഷിച്ചിട്ടില്ല. ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 2016 16-കാരിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ജയേഷിനെതിരെ ഇത്തരത്തിൽ കോയിപ്പുറം പോലീസ് തന്നെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാളുടെ പിൻകാല ചരിത്രമൊക്കെ പോലീസ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കൂടുതൽ ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ കേസുകളൊക്കെ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ജയേഷ് അന്വേഷണത്തോട് സഹകരിക്കാത്ത സാഹചര്യമാണ്. വീണ്ടും ജയേഷിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് കോയിപ്പുറം പോലീസിൻ്റെ തീരുമാനം. നാളെ തന്നെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം ജയേഷിൻ്റെ ഫോൺ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് അയക്കും. ഈ ഫോൺ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് കരുതുന്നു. എന്തായാലും കേസിൽ കൂടുതൽ അന്വേഷണം വേണം, ദുരൂഹതകൾ നീക്കണം എന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ജയ്, ഈ ജയേഷ് ഒരു സൈക്കോ ആണ് എന്നൊക്കെയുള്ള ചില വിലയിരുത്തലൊക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പ്രതികരണമൊക്കെയാണ് ഈ ചോദ്യം ചെയ്യൽ സമയത്ത് പോലും അയാളെന്നുണ്ടാവുന്നത്. സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഇന്നാണ് പുറത്തു. എന്താണ് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ? ഈ പരിക്കേറ്റ യുവാക്കളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടോ പോലീസ്? അപ്പം മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതായത് ഈ പരിക്കേറ്റ അല്ലെങ്കിൽ ആക്രമണത്തിനിരയായ റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും ഇത്തരത്തിൽ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ക്രൂരമായി തങ്ങളെ പീഡിപ്പിക്കുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ജയേഷ് സ്വന്തം ഫോണിൽ പകർത്തി എന്നുമാണ് എന്തായാലും നിലവിൽ പറയുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് ജയേഷ് ആണെന്നാണ് പോലീസ് പറയുന്നത്. ജയേഷിൻ്റെ ഫോണിലാണ് പകർത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഫോൺ പരിശോധിക്കേണ്ടത് നിർണായകമാണ്. നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഭാര്യ രശ്മിയുടെ ഫോണിൽ പകർത്തിയതാണ്. ആ ദൃശ്യങ്ങൾ വെച്ചാണ് പോലീസ് ഇത്തരത്തിൽ കസ്റ്റഡി ഉൾപ്പെടെ ഇയാളെ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കേസിൻ്റെ നിലവിലെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ആ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് ഇതിൽ നിർണായകമായി മാറുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ, ക്രൂരതയുടെ ദൃശ്യങ്ങൾ, അത് ജയേഷിൻ്റെ മൊബൈൽ ഫോണിലാണ്. ആ ദൃശ്യങ്ങൾ വീണ്ടും ശേഖരിക്കണമെന്നൊരു നിലപാടാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാരണം ഇതുവരെ പോലീസിന് ആ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. വിശദമായ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുമെന്ന് എന്തായാലും പോലീസ് പറയുന്നു. ഒരു വിശദമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്നൊരു നിലപാടിലാണ് പോലീസ്. തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം ആ തലത്തിൽ തന്നെ നീങ്ങുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. ഇന്നേതായാലും ആലപ്പുഴ സ്വദേശി ഉൾപ്പെടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇയാളെ ഈ പ്രശ്നം നടന്ന ഈ ക്രൂരതയ്ക്കിരയായ വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥലം ഉൾപ്പെടെ പോലീസ് മഹസർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.